നമസ്കാരം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ നടന്ന വളരെ ഗൗരവകരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടും അമൃത എന്ന പേരുള്ള ഒരു യുവതി ഇറങ്ങാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് ബസ് ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ ശ്രമിച്ചു അവരെ ഇറക്കിവിടാൻ. പക്ഷേ അവർ ഇറങ്ങുന്നില്ല. തുടർന്ന് പോലീസിനെ നാട്ടുകാരടക്കം വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. തുടർന്ന് ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ആശുപത്രിയിലേക്ക് ഇവരെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നു. അവിടെ എത്തിയിട്ടും ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും എല്ലാം ചീത്ത വിളിക്കുകയും അവരെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു യുവതി. ആ യുവതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ മറ്റോ മാറ്റിയെന്നാണ് അവസാനമായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാർത്തയുടെ പൊതുജന അഭിപ്രായം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഈ വാർത്തയോടുള്ള നമ്മുടെ നാട്ടുകാരുടെ പ്രതികരണം അത് മറ്റൊന്നുമല്ല, ഇത്രയും സുലഭമായി മയക്കുമരുന്ന് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ പറയുന്നത് പോലെ കൊറോണയുടെ സമയത്ത് റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പുറത്തു പോയി മൂത്രമൊഴിക്കുന്നവരെ വരെ അവർ റൂട്ട് മാപ്പിലൂടെ കറക്റ്റായിട്ട് കണ്ടെത്തിയ ഒരു സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ പോലീസ് ഇവിടെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു പോലീസ് സേന തന്നെ ഉണ്ട്. അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരുടെ ജോലി കൃത്യമായി അവരെ ചെയ്യാൻ സമ്മതിക്കാത്ത കഴിവുകെട്ട ഒരു ഭരണകൂടത്തിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുന്നത്. മാറി നിന്ന് ആ പെൺകുട്ടിയെ ചീത്ത വിളിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ പകരം ഇതിനെ ഇവിടെ നിന്ന് ഇത്രയും കാലമായിട്ടും തുടച്ചു നീക്കാൻ പറ്റാത്ത നമ്മുടെ ഭരണ സംവിധാനങ്ങളെ വിമർശിക്കുകയും വിലയിരുത്തുകയുമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു. നാളെ ഇത് നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരിമാരോ സഹോദരന്മാരോ നമ്മുടെ ബന്ധുക്കളോ ആരുമാകാം. നമുക്കൊന്നും യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ഓരോ അന്വേഷണത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ വിക്സ് ഉപയോഗിച്ച് വരെ അതിൽ ലഹരി കണ്ടെത്തുന്നു. നഖത്തിലിടുന്ന നെയിൽ പോളിഷിൽ നിന്ന് വരെ ലഹരി കണ്ടെത്തുന്ന കുട്ടികൾ. ഈ തലമുറയുടെ കുറ്റം കാലം മാറുന്നു എന്നൊന്നും പറഞ്ഞ് നമ്മൾ സമാധാനിക്കാൻ നമുക്കാവില്ല. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനും ആകില്ല. കാലം പുരോഗമിക്കുകയാണ്, സമ്മതിച്ചു. കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് എടുക്കേണ്ട മുൻകരുതലുകളുടെ ഡിഗ്രിയും മാറണ്ടേ? നിരപരാധിയായ ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കരയിൽ വളരെ ദാരുണമായി മരണപ്പെട്ടു. ഇപ്പോൾ വയനാടിന് വേണ്ടി നമ്മൾ കരയുന്നത് പോലെ കേരളം ഒന്നാകെ കരഞ്ഞ ഒരു മരണമായിരുന്നു അത്. ആ കൊലപാതകം ചെയ്ത ആളൊരു അധ്യാപകനായിരുന്നു. അയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അന്നത് ചെയ്യുമായിരുന്നു. അതിനെ തുടർന്ന് കുറച്ചു കാലം അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം, അതിനുശേഷം അത് കെട്ടടങ്ങി. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ 2-3 ദിവസം അതിങ്ങനെ തരംഗമായി നിൽക്കും, പിന്നീട് അതില്ല. എന്തും എത്രയും ഇപ്പോൾ വിരൽത്തുമ്പിലെത്തുന്ന കാലമാണ്. വീട്ടിലുള്ള ആളുകളും അധ്യാപകരും സമൂഹം മുഴുവനായും പ്രത്യേകിച്ച് ഭരണ സംവിധാനവും ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ടൈഗർ മാമ്പും വിക്സും ഒക്കെ സ്കൂൾ കുട്ടികൾ കണ്ണിൽ തേച്ച് അതിലൊരു ലഹരി കണ്ടെത്തുന്നു. ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്ന് മാത്രമല്ല, ആ സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് അതായിരിക്കും. അതിൽ നിന്ന് അവർക്ക് അടുത്ത തലത്തിലേക്ക് ലഹരിയുടെ ആസ്വാദനം ആഗ്രഹിക്കാൻ തുടങ്ങും അവർ. അപ്പോൾ പിന്നെ അതിനെ തേടി പോകും. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ മക്കൾ ആ വഴിക്ക് പോകില്ല, നമ്മൾ അങ്ങനല്ല അവരെ വളർത്തുന്നത്. എത്ര മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ ബാഗ് എത്ര പേര് ചെക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ, കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞു കുട്ടി തന്നെയാണ്, എത്ര വയസ്സായാലും. അപ്പോൾ അവരെ എത്ര പേര് അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ മുഖത്തോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് താല്പര്യമില്ലാതായാൽ അത് ശ്രദ്ധിക്കുക. വിവരം അറിയിക്കേണ്ട അധ്യാപകരെ അറിയിക്കുക. അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പരിധി വരെ നമുക്ക് നീക്കുപോക്കുണ്ടാക്കാം. പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ ഒഴുക്കും വിതരണവും ഒക്കെ തടയാൻ മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള രക്ഷിതാക്കൾക്കോ ഇല്ല. അത് നമ്മുടെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അതിന് വേണ്ടത് ചെയ്യണം. ഇപ്പോൾ ഈ കണ്ട പെൺകുട്ടി അടക്കം ഓരോരുത്തരും സ്വമേധയാ ലഹരി ഉപയോഗിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഉപയോഗിച്ച് തുടങ്ങിപ്പോയതായിരിക്കട്ടെ, ഈ സാധനം കിട്ടിയിട്ടാണല്ലോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു പേരിന് ലഹരി വിരുദ്ധ സമരം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങളത് നടത്തി എന്ന് വരുത്തി തീർക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സംഘടനകളും അതിനൊന്നും മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമില്ല. ഇതില്ലാതാക്കാൻ വേണ്ട പ്രായോഗികമായ പ്രവർത്തനങ്ങൾ ഉറപ്പായിട്ട് ശക്തമായിട്ട് നടത്തുകയാണ് വേണ്ടത്. ഓരോ മയക്കുമരുന്ന് കേസുമൊക്കെ പിടിക്കപ്പെടുമ്പോഴും നമുക്കറിയാം, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്, പല ഉന്നതരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള വലിയ വലിയ ശക്തികൾ. അവരുടെയൊക്കെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവർ നമ്മുടെ സമൂഹത്തെ ഇനി രക്ഷപ്പെടുത്തി എടുക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ വയനാട്ടിലെ ഒരു ദുരന്തം ഒരു നാടിനെയാണ് ബാധിച്ചതെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാർന്നു തിന്നാൻ പാകത്തിലുള്ള ഒരു വലിയ ദുരന്തമാണ് ഈ രാസലഹരിയിലൂടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നേതാക്കളെ ജനപ്രതിനിധികൾ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾ എന്ന് മാത്രം അവരെ സംബോധന ചെയ്യാനാണ് തോന്നുന്നത്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിരിക്കണം. തലമുറ ഭേദമന്യേ നമ്മളെ ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. ഇതിൻ്റെ വരുംവരായികകൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത തരത്തിൽ അഴിമതിയുടെയും കാശ് അടുക്കി കെട്ടി വെക്കുന്നതിൻ്റെയും തിരക്കിലാണ് അവർ. നഷ്ടമാകുന്നത് ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അവരുടെ ജീവിതവും അവരുടെ തലമുറകളുടെ സ്വപ്നങ്ങളുമാണ്. ഒരാൾ ഉപയോഗിക്കുമ്പോൾ അവരെ ഉപദേശിച്ച് നേരെയാക്കാം, അല്ലെ 2 പേർ 3 പേർ. ഒരു തലമുറ മുഴുവൻ ഇതിന് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തെയും ഭാവിയെയും തന്നെ അത് ഗുരുതരമായി ബാധിക്കുമ്പോൾ ഈ ഒരു ചെറിയ ഒരു ഉപദേശത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയോ മാറ്റുകയല്ല, അതിൻ്റെ വേരിലേക്ക് ഇറങ്ങി ചെന്ന് എന്താണോ ഈ നാശത്തിന് വഴിവെക്കുന്നത് ആ കാരണത്തെ പറിച്ചെറിയുകയല്ലേ വേണ്ടത്. പലരും വഴിതെറ്റിക്കാൻ നോക്കും, പലരും ഇത് ഉപയോഗിക്കാൻ തരും. അത് ഉപയോഗിക്കാതിരിക്കേണ്ടത് അവരവരുടെ ആവശ്യമാണ്. അതൊരു വിധത്തിൽ പറഞ്ഞാൽ ശരി തന്നെ. ഇത് അറിയാതെ ഉള്ളിൽ ചെന്ന് പോകുന്ന ചിലരുണ്ട്. ഇതാണ് സംഭവം എന്നറിയാതെ രുചിച്ചു പോകുന്ന അല്ലെങ്കിൽ ഉള്ളിൽ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാവുകയും അതിനുവേണ്ടി അവർ ഭ്രാന്തമായി കാട്ടിക്കൂട്ടലുകൾ നടത്തുകയും ചെയ്യും. നവകേരളം നിർമ്മിക്കാൻ എന്ന പേരിൽ കോടികൾ മുടക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വണ്ടിയിൽ യാത്ര ചെയ്തു. ഓരോ വിഭാഗത്തിലുള്ളവർക്കും വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് വ്യക്തമായി അക്കമിട്ട് നിരത്താൻ ഈ ഭരണ സംവിധാനത്തിന് കഴിയുമോ? ഈ സർക്കാരിന് കഴിയുമോ? ഞങ്ങൾ ഇന്നത് ചെയ്തു, എവിടെ വരെ എത്തി, ആർക്കത് കിട്ടി? പല രീതിയിൽ ഇതേ ചോദ്യം പല വീഡിയോകളിലായി ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പല ജനങ്ങളും ഇത് തന്നെ ചോദിക്കുന്നുണ്ട്. ഇനി സ്വബോധത്തോടെ ഇതിൻ്റെ ഉപയോഗം തുടങ്ങുന്നവരുണ്ട്. മദ്യപിക്കാൻ ആദ്യമായി പുറപ്പെടുന്നവർ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം ഒന്ന് മറക്കാമല്ലോ, എല്ലാ ടെൻഷനും മറക്കാമല്ലോ, ബോധമുണ്ടെങ്കിലല്ലേ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തയുള്ളൂ. ഒരാളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം അത് തടസ്സപ്പെടുന്നു, ഒന്നും നടക്കില്ല, ജീവിതത്തിൽ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു സമയത്താണ് ചിലർ മദ്യത്തിൻ്റെ ഉപയോഗം തുടങ്ങുന്നു, ചിലർ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, മറ്റു ചിലർ ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ച് ആത്മഹത്യക്ക് തീരുമാനമെടുക്കുന്നു. ഇതിനൊക്കെ നമ്മുടെ സമൂഹത്തിനും ഒരു പരിധിവരെ പങ്കില്ലേ എന്നാണ് ചോദ്യം. ഇപ്പോൾ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഒരുപാട് പഠിച്ച് ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടും എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും തൻ്റെ അധ്വാനത്തിൻ്റെ അനുപാതത്തിൽ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി കിട്ടാതെ മാനസികമായും ശാരീരികമായും തളരുന്ന ഒരു യുവതലമുറ നമുക്കുണ്ട്. കണ്ടില്ലെന്ന് നടിക്കണ്ട. അതിൽ നിന്ന് ചിലപ്പോൾ മോചനം നേടാൻ പിന്നെ അവർ ചിന്തിക്കുന്നത് പെട്ടെന്ന് എങ്ങനെ പണമുണ്ടാക്കാം. മയക്കുമരുന്ന് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടതാണ്, മനുഷ്യൻ്റെ അവയവങ്ങൾ, കിഡ്നിയും ഒക്കെ കരളുമൊക്കെ ഉൾപ്പെടെ മറ്റ് ഇറാനിലേക്കും മറ്റും കയറ്റി അയക്കുന്നത്. മനുഷ്യരുടെ അവയവങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന യുവതലമുറ, അതും ഒരു സീസണിലെ വിഷയമായിരുന്നു. ഇപ്പോൾ അത് കേൾക്കാനില്ല. മനുഷ്യൻ എങ്ങനെ പണമുണ്ടാക്കാം, ജോലി ചെയ്ത് ജീവിക്കാൻ ഇവിടെ വഴിയില്ല, അപ്പോൾ എങ്ങനെ എനിക്ക് പണമുണ്ടാക്കാം, അതിനുള്ള ഷോർട്ട് കട്ട് തിരയുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിലെ ബാധ്യതകളിൽ നിന്നും ടെൻഷനിൽ നിന്നും മുക്തി നേടാം എന്ന് ചിന്തിച്ച് ലഹരിക്ക് അടിമപ്പെടുകയാണ്. ഇതിന് തീർച്ചയായും നമ്മുടെ ഭരണ സംവിധാനം മറുപടി പറയണം. ഇതിന് തീർച്ചയായും ഗൗരവം കൊടുക്കണം. എന്തെങ്കിലും ഇത് ശക്തമായി പ്രതിരോധിക്കാനോ ഇതിവിടെ പൂർണ്ണമായും തുടച്ചു നീക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. താൻ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് പോലും, താൻ പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഈ പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നാട്ടുകാർക്കുമൊക്കെ ഇങ്ങനെ നേരെ അക്രമാസക്തിയായി പാഞ്ഞെടുക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ സഹതാപവും വിഷമവുമാണ് തോന്നുന്നത്. നമ്മുടെ ഒന്നും കുട്ടികൾക്ക് നാളെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ, ഒരു ഉറപ്പും നമുക്കില്ല. എത്രത്തോളം നമ്മൾ കരുതിയാലും ഇതൊക്കെ അവരുടെ വിരൽ തുമ്പിലാണ്. നമ്മൾ ആരും നമ്മുടെ കുട്ടികളെയൊന്നും നമ്മുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും ഒന്നും വീട്ടിലിട്ട് വളർത്തുകയല്ല ചെയ്യുന്നത്. എല്ലാവരും സമൂഹവുമായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെടുന്നവരാണ്. നമ്മുടെ അടുത്ത് നിന്ന് അവർ പകുതി സമയവും മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ ഓരോ നിമിഷവും നമുക്കിങ്ങനെ ആദിയോടെ ജീവിക്കാൻ പറ്റുമോ? ആവശ്യക്കണക്കിന് ആദികൾ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ സംഭാവനയായി അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ കഴിവുകേടിൻ്റെ സംഭാവനയായി കൂടി നമുക്ക് ആദി വ്യാധികളൊന്നും വേണ്ട. തീർച്ചയായും ഭരണ സംവിധാനം ഇതിന് വേണ്ട കാര്യങ്ങൾ ഗൗരവകരമായി നടപ്പിലാക്കുക. നാടിൻ്റെ നാളെ എന്ന ഒരു സംഭവം ഇരിക്കുന്നത് യുവതലമുറയുടെ കയ്യിലാണ്, അവരുടെ പ്രവർത്തനങ്ങളിലാണ്, അവരുടെ സംസ്കാരത്തിലാണ് എന്ന് പ്രസംഗിക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കളും മനസാക്ഷിയെ വഞ്ചിക്കാതെ ഇതിനു വേണ്ട കർമ്മ പദ്ധതികൾ തീർച്ചയായും ആവിഷ്കരിക്കുക, ശക്തമായി നടപ്പിലാക്കുക.